സെപ്റ്റംബർ 17. അപ്പം നിങ്ങൾ വിചാരിക്കും സെപ്റ്റംബർ 17 എന്താ പ്രത്യേകത എന്നല്ലേ. ഇന്ന് പൃഥ്വിൻ്റെ ബർത്ത്ഡേ ആണ്. ഓരോ ദിവസവും 17 ആയോ എന്നിങ്ങനെ എണ്ണി തീർക്കുകയാണ് കേട്ടോ പൃഥ്വി. അപ്പം 4 വയസ്സ് കഴിഞ്ഞ് 5ാമത്തെ വയസ്സിലോട്ട് നടക്കുവാണ് പൃഥ്വി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ വഴിപാടും കാര്യങ്ങളൊക്കെ കഴിച്ചു, പായസമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നേരെ പോകുന്നത് വെള്ളിക്കലോട്ടാണ്. അപ്പം നമ്മുടെ വീട്ടിൻ്റെ കുറച്ചടുത്ത് തന്നെയാണ് വെള്ളിക്കൽ. പൃഥ്വിൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ബർത്ത്ഡേൻ്റെ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഓണം തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെ ഫോണിൽ തന്നെയാണ് കേട്ടോ ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ നേരെ പോയത് നമ്മൾ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ പാളയത്തുള്ള ഗുഡ് ഫുഡിൻ്റെ പിന്നെ ഫുഡ് ഓർഡർ ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 11 മണിയാകുമ്പോഴത്തേക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം ഏകദേശം അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വാങ്ങിക്കാനായിട്ട് വന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് കഴിക്കാനല്ല, ഈ വഴിയോരങ്ങളിലൊക്കെ ഇരിക്കുന്നവർക്ക്, അച്ഛന്മാരും അമ്മമാർക്കുള്ള ഒരു നേരത്തെ ഭക്ഷണം ആരെങ്കിലും കൊണ്ടു കൊടുത്താൽ മാത്രം കഴിക്കാൻ പറ്റുന്ന കുറേ ആൾക്കാർ നമ്മൾ നിത്യം നമ്മൾ കണ്ണൂരും ഓരോ ഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് പൃഥ്വിൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. എപ്പോഴും അവൻ്റെ ബർത്ത്ഡേക്ക് നമ്മളെയൊക്കെ ആഘോഷിക്കാറുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് ഒന്നും കൊടുക്കാൻ പറ്റാറുണ്ടായിരുന്നില്ല. ഓരോ സാഹചര്യം കൊണ്ട് പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇന്ന് നമുക്കതിന് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ കണ്ണൂരിലോട്ടാണ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ എത്തിക്കുന്നത്. അപ്പോൾ അനാഥാലയങ്ങളിലൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെയൊക്കെ ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് മുടങ്ങാതെ കിട്ടാറുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ റോഡരികിലൊക്കെ ആരെങ്കിലും കൊടുത്താൽ മാത്രം കിട്ടുന്ന കുറേ ആൾക്കാരുണ്ടാവല്ലോ. അപ്പോൾ അവർക്കാണ് ഇന്ന് പൃഥ്വിൻ്റെ വക ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പൃഥ്വി ഓരോ സ്ഥലത്തും വണ്ടി നിർത്തിയിട്ട് ഓരോരാൾക്ക് എൻ്റെ ബർത്ത്ഡേ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇതൊക്കെ കൊടുക്കുന്നത്, വീഡിയോ എടുക്കുന്നത്, പിന്നെ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ ഫുഡ് കൊടുക്കുന്നതെന്നൊക്കെ ചിന്തിക്കും. കുറേ നെഗറ്റീവ് കമൻറ്റ് ഉണ്ടാവും. പക്ഷെ ഒരിക്കലും നമ്മളൊരു വീഡിയോക്ക് വേണ്ടിയിട്ടല്ല നമ്മളിതുപോലെ ഒരു ഫുഡും കാര്യങ്ങളും കൊടുക്കുന്ന വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും കാണുമ്പോൾ കൊടുക്കാനുള്ള ഒരാഗ്രഹം ഉണ്ടായാലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരും നമ്മളെ ചുറ്റിലുമുണ്ട്. അവർക്കും ഒരു നേരത്തെ ഭക്ഷണം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പം അതുകൊണ്ട് ആണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഇടുന്നത്. അല്ലാതെ ഒരിക്കലും വീഡിയോക്ക് വേണ്ടിയിട്ടല്ല നമ്മളിതുപോലെ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവനെ അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പൃഥ്വിക്ക് നമുക്ക് എത്ര പൈസേനെ കൊണ്ടുള്ള സാധനം വാങ്ങിച്ചു കൊടുത്താലും പറ്റാത്ത അത്രയും വലിയ ഒരു സമ്മാനം തന്നെയാണ് ഇന്ന് പൃഥ്വിക്ക് കിട്ടിയിട്ടുള്ള. ഒരുപാട് അച്ഛന്മാരുടെയും അമ്മൂമ്മമാരുടെയും ഒക്കെ അനുഗ്രഹം പൃഥ്വിക്ക് ഉണ്ട്. അപ്പോൾ നല്ല കുട്ടിയായി വളരട്ടെ എന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒത്തിരി സന്തോഷമായി. നമ്മൾ മാത്രം ആഘോഷിക്കുന്നതല്ല ഒരു കാര്യങ്ങളും എല്ലാവർക്കും കൂടി പങ്കുവെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് കരുതിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ പൃഥ്വി ഫുഡും കാര്യങ്ങളൊക്കെ എത്തിച്ച് കൊടുക്കുന്നുണ്ട്. പറ്റുന്ന അത്ര നമ്മൾ ഫുഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നല്ല ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരാളെ തേടിപ്പിടിച്ച് അർഹതപ്പെട്ടവരെ കൈകളിലേക്ക് തന്നെ നമ്മൾ ആഹാരം എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെയാണ് നമ്മളിത് കൊടുക്കുന്നത്. അവർ വാങ്ങിക്കുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെയാണ്. അപ്പോൾ എല്ലാവരും അനുഗ്രഹവും പൃഥ്വിക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പോൾ പൃഥ്വിക്ക് ഇക്കാര്യത്തിലെല്ലാം ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. ഓരോ ആൾക്കാരെ കാണുമ്പോൾ പൃഥ്വി തന്നെ പറയാറുണ്ട്, അമ്മ എനിക്ക് അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താലോന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ടല്ല, ഇങ്ങോട്ട് തന്നെ ഓരോന്നും പറയാറുണ്ട്. അപ്പം ഇങ്ങനെ ഓടി ഓടി കൊടുക്കുവാണ് കേട്ടോ ഓരോ സ്ഥലങ്ങളിൽ. അങ്ങനെ നമ്മൾ കണ്ണൂർ ആശുപത്രിൻ്റെ ഭാഗത്തോട്ടും കൂടി പോയിട്ടുണ്ടായിരുന്നു. അവിടെയും പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഒരുപാട് വയസ്സായ ആൾക്കാരുണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും കൂടി കൊടുക്കാമെന്ന് കരുതിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മളെ ഡിവൈഫൈൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ ഉച്ചഭക്ഷണം കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും അവിടുന്ന് ഉച്ചഭക്ഷണം വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ച് പിന്നെയും കുറച്ച് ഇടവഴിയിലൊക്കെ
കൂടിയൊക്കെ പോയി എല്ലാവർക്കും ഫുഡ് കൊടുത്തു. പിന്നെ നമ്മളിതാ ലാസ്റ്റ് നമ്മളും അതിൻ്റെ അകത്ത് 2 ഫുഡ് നമ്മൾക്കും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളും സന്തോഷത്തോടെ കഴിച്ചു. അവിടെ പിന്നെ നമ്മൾ കഴിക്കുന്നതിന് നോക്കി കുറച്ച് കാക്കയും പൂച്ചയും നായും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കും നമ്മളൊരു ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ടാറ്റയൊക്കെ പറഞ്ഞ് നേരെ പൃഥ്വിക്ക് പാർക്ക് കണ്ടുകൊണ്ട് അതിൻ്റെ ഉള്ളിലോട്ട് കൂടി ഓടിച്ചാടി കളിക്കാൻ കേട്ടോ. പൃഥ്വി ഇന്ന് വളരെ ഹാപ്പിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളും ഒരുപാട് ഹാപ്പിയാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് അവരെ സഹായിക്കാനും സന്തോഷിപ്പിക്കാനും പറ്റി. അത് തന്നെയാണ് നമ്മൾ